ജൂൺ 26 ലഹരി വിരുദ്ധ ദിനത്തിൽ ചെയ്യാൻ ഒരു പ്രസംഗമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. ഇതുപോലെയുള്ള പ്രസംഗ വീഡിയോകൾക്കും ക്വിസ് വീഡിയോകൾക്കും ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ലഹരി വിരുദ്ധ ദിനം പ്രസംഗം. മാന്യ സദസ്സിന് നമസ്കാരം. അഭിമാനിക്കത്തക്ക പുരോഗതിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിക്കുകയാണ് മനുഷ്യൻ. തലച്ചോറിലെ ചിന്താ തരംഗങ്ങൾ കൊണ്ട് തന്നെ ലോകത്തെ നിയന്ത്രണ വിധേയമാക്കാൻ തക്ക ശേഷിയിലേക്ക് അവന്റെ കണ്ടുപിടുത്തങ്ങൾ വളർന്നു കഴിഞ്ഞു. ഇത്തരം മുന്നേറ്റങ്ങൾക്കിടയിലും നിരാശാജനകമായി ചില വിപത്തുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ സംഹാര താണ്ഡവമാടുന്നുണ്ട്. അതിലേറ്റവും ഭീകരവും ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. അതുകൊണ്ട് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടന ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. 2024 ലഹരി വിരുദ്ധ ദിന പ്രമേയം തന്നെ ദി എവിഡൻസ് ഇസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. തെളിവ് വ്യക്തമാണ്, തടയുന്നതിൽ മുതൽ മുടക്കൂ എന്നാണ്. മദ്യം, പുകയില, പുകവലി തുടങ്ങിയവയും നിരവധി മയക്കുമരുന്നുകളും ഇന്ന് സുലഭമായിരിക്കുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇത്തരം ലഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു വരുന്നു. യുവതലമുറയെയാണ് ഇത്തരം ലഹരി മാഫിയ നോട്ടമിടുക. പ്രായത്തിന്റെ അപക്വതയിൽ അവരെ എളുപ്പം വലയിൽ വീഴ്ത്താമെന്നതും തുടർന്നങ്ങോട്ട് ജീവിതകാലം മുഴുവനും ഒരടിമയാക്കി വെക്കാമെന്നതുമാണ് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ. ഇതുകൂടാതെ കുട്ടികളെ ലഹരി വസ്തുക്കളുടെ കാരിയർമാരാക്കി കേസും മറ്റും ഒഴിവാക്കാനും ഇക്കൂട്ടർ ശ്രമിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വരവോടെ ലഹരി പദാർത്ഥങ്ങൾക്ക് പുറമെ മറ്റു ചില അടിമത്തങ്ങൾ കൂടി നമ്മെ ബാധിക്കാൻ തുടങ്ങി. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ, അശ്ലീല വീഡിയോകളോടുള്ള അടിമത്തം, ഓൺലൈൻ ഗെയിം അഡിക്ഷൻ തുടങ്ങിയവയാണവ. ഇവയും ഇന്ന് സർവ്വസാധാരണ ലഹരികളായി മാറിയിരിക്കുന്നു. പഴയൊരു ആംഗലേയ പഴമൊഴി ഓർക്കുന്നു: ആദ്യം ഒരു ഗ്ലാസ് മദ്യം കഴിക്കുന്നു, ഒരു ഗ്ലാസ് പല ഗ്ലാസ് മദ്യം കഴിപ്പിക്കുന്നു, ഒടുവിൽ ഗ്ലാസുകളെല്ലാം കൂടി മദ്യപാനിയെ കഴിക്കുന്നു. മദ്യപാനത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഏത് ലഹരി അടിമത്തത്തെ സംബന്ധിച്ചും ഈ പഴമൊഴി ശരിയാണെന്ന് കാണാം. ലഹരി വസ്തുക്കളും അടിമത്തങ്ങളും ആദ്യം പിടിമുറുക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായ അവന്റെ ചിന്താശേഷി നഷ്ടമാവുന്നു. ഒരു മായിക ലോകത്തിൽ താൻ ചെയ്യുന്നത് എന്താണെന്ന് പോലും വിവേചിച്ചറിയാനാവാത്ത അവസ്ഥയിലെത്തുന്നു. ശാരീരികമായി ലഹരി വസ്തുക്കൾ ഒരുവന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും അവനെ മാരക രോഗങ്ങൾക്ക് അടിമയാക്കുകയും ചെയ്യും. സാമ്പത്തിക സാമൂഹിക തലങ്ങളിലും ലഹരി വ്യക്തിയുടെ അധപ്പതനത്തിന് കാരണമാകുന്നു. സമൂഹത്തിൽ അക്രമാതിക്രമങ്ങൾ പെരുകാൻ ഇതിടയാക്കുന്നു. വ്യക്തിയുടെയും കുടുംബത്തിന്റെയും എന്നല്ല, മുഴുവൻ സമൂഹത്തിന്റെയും സമാധാനത്തെ ലഹരി ഉപയോഗം തകർക്കുന്നു. സാമൂഹികാരോഗ്യം തന്നെ ഇല്ലാതാക്കുന്നു. യുവതലമുറ ലഹരിക്ക് അടിമപ്പെടുമ്പോൾ അത് രാഷ്ട്രത്തിന്റെ ഭാവിക്കും വിള്ളലേൽപ്പിക്കുന്നു. പദാർത്ഥമോ സ്വഭാവമോ എന്തുമാകട്ടെ, ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഒറ്റമൂലി വേണ്ടെന്ന ഒറ്റ വാക്ക് തന്നെ. വേണ്ട എന്ന് പറയാനുള്ള, നോ പറയാനുള്ള ആർജവം ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ വളർത്തിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം. സർക്കാർ തലത്തിൽ ലഹരി കൈമാറ്റത്തെ കർശനമായി തടയുന്ന തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം. മാതാപിതാക്കളും അധ്യാപകരും നാട്ടുകാരും അടങ്ങിയ ജാഗ്രതാ സമിതികൾ പോലീസിനോടൊപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി മുന്നിൽ നിൽക്കണം. ലഹരി വിപത്തിനെതിരെ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിക്കുക വഴി വ്യക്തമായ അവബോധം സൃഷ്ടിക്കുക എന്നതും അത്യാവശ്യമാണ്. ലഹരി ഉപയോഗം സംശയിക്കപ്പെട്ടാൽ അത് എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വിദ്യാർത്ഥി സമൂഹവും സന്നദ്ധമാവണം. ലഹരിയിലേക്ക് കുട്ടികൾ ചേക്കേറാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. പഠന സമ്മർദ്ദവും വീട്ടിലെയും സ്കൂളിലെയും മോശം അന്തരീക്ഷവും കുട്ടികളെ പലപ്പോഴും അനഭിലഷണീയമായ കൂട്ടുകെട്ടിലേക്കും അതുവഴി ലഹരി ഉപയോഗത്തിലേക്കും നയിക്കാൻ ഇടയുണ്ട്. മുതിർന്നവരിലെ ലഹരി ഉപയോഗവും കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കാം എന്നതിനാൽ അതിനുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കണം. സമൂഹം ഒത്തൊരുമിച്ചുള്ള ചെറുത്തുനിൽപ്പാണ് ലഹരി വിപത്തിനെതിരെ നമുക്ക് ആവശ്യം. ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് കൈകോർക്കാം. നല്ലൊരു ഭാവിക്കായി ഉറക്കെ ഉദ്ഘോഷിക്കാം: ലഹരി നമുക്ക് വേണ്ടെന്ന്. നന്ദി. ജയ് ഹിന്ദ്. പ്രസംഗം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്താൻ മറക്കരുത്.
വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.